നാസർ ഫൈസി കൂടുതൽ ഇപ്പോൾ രാമക്ഷേത്രത്തിൻ്റെ അല്ലെങ്കിൽ അയോധ്യയിലേക്ക് കോൺഗ്രസ് നേതാക്കൾ പോകുന്നു എന്ന് കരുതുക. മിക്കവാറും പോവാതെ മറ്റൊരു ഓപ്ഷൻ കോൺഗ്രസിന് മുന്നിലുണ്ടോ എന്ന് അറിയില്ല. അങ്ങനെ കോൺഗ്രസ് പോവുകയാണെങ്കിൽ കോൺഗ്രസ് ഹിന്ദുത്വത്തെ പുൽകുന്നു എന്നും കരുതാൻ കഴിയുമോ ശ്രീ നാസർ ഫൈസി കൂടത്തായി? അതോ അതിനെ മനസ്സിലാക്കേണ്ടത് ഒരു സ്ട്രാറ്റജിക് നിലപാട് എന്നുള്ള നിലയ്ക്കാണോ? അല്ല, സമസ്തയുടെ നേതൃത്വം എന്ന് പറഞ്ഞു കഴിഞ്ഞു. കോൺഗ്രസ് അവിടെ പോകുന്നത് കോൺഗ്രസിൻ്റെ രാഷ്ട്രീയ ഭാവിയെ സംബന്ധിച്ച് വിലയിരുത്താനുള്ള പക്വത കോൺഗ്രസ് നേതൃത്വത്തിനുണ്ട്. ഞങ്ങൾ ക്രൈസിസിലേക്കാക്കാൻ, ഞങ്ങളുടെ നിലപാട് കൊണ്ട് കോൺഗ്രസിന് പ്രതിസന്ധിയിലാക്കാൻ ഞങ്ങളില്ല. കാരണം കേരളത്തിൽ കൊണ്ട് ചിന്തിക്കുന്നവർക്കും തമിഴ്നാട്, കർണാടക സ്റ്റേറ്റ് കൊണ്ട് ചിന്തിക്കുന്നവർക്കും അല്ല ഉത്തരേന്ത്യൻ രാഷ്ട്രീയത്തെ വിലയിരുത്താൻ സാധിക്കുക. കോൺഗ്രസിന് പക്വമായിരിക്കുന്ന നേതൃത്വമുണ്ട്. അത് സുചിന്തിതമായിരിക്കുന്ന കാര്യങ്ങൾ വിലയിരുത്തണം. കാരണം ഇവിടെ മനസ്സിലാക്കേണ്ടത് BJP ഹിന്ദു കാർഡ് ഇറക്കുമ്പോൾ ആ ഹിന്ദു കാർഡ് ഇറക്കുന്നതിൻ്റെ സ്ഥിതിവിശേഷമാണ് ഇന്ന് നടന്നുകൊടുക്കുന്ന ചർച്ച. CPM-നെയും കോൺഗ്രസിനെയും രണ്ട് തട്ടിലാക്കി ഇതിനെ പരസ്പരം അങ്കും ഏറ്റുമുട്ടിച്ച് ഇന്ത്യ മുന്നണിയെ ഭിന്നിപ്പിക്കുക എന്നത് BJP-യുടെ അജണ്ടയാണ്. ആ അജണ്ട, ആ ചൂണ്ടയിൽ കൊത്തുകൊണ്ടിരിക്കുകയാണ് ഇന്ന് മതേതര സംഘടനകൾ. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അത്തരമൊരു ഭിന്നിപ്പിലേക്ക് പോകും തോറും കോൺഗ്രസ് ക്ഷയിക്കുക എന്നുള്ളത് BJP-യുടെ അജണ്ടയാണ്. അപ്പോൾ ഈ ചർച്ച പോലും BJP-ക്ക് ഗുണം നൽകുന്നു എന്നതാണ് വളരെ കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കേണ്ടത്. ഇപ്പോൾ ഇടതുപക്ഷ സംഘടനകളാണെങ്കിലും കോൺഗ്രസിന് ആത്മവിശ്വാസം കൊടുക്കുകയാണ് വേണ്ടത്. കോൺഗ്രസിന് ആത്മവിശ്വാസം കൊടുക്കാതെ കോൺഗ്രസിന് പ്രതിസന്ധിയിലാക്കുകയാണ്. കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൻ്റെ എക്കാലത്തെ നിലപാടാണ് ഏതൊരു വിഷയത്തെ സംബന്ധിച്ചിടത്തോളവും പെട്ടെന്ന് തീരുമാനമെടുക്കാൻ കഴിയില്ല. കാരണം നമ്മൾ കഴിഞ്ഞ ഫലസ്തീൻ വിഷയത്തിലാവട്ടെ, ഏകസ്മിൽ കോഡ് വിഷയത്തിലാവട്ടെ കോൺഗ്രസ് താമസത്തോടുകൂടിയാണ് കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളത്. അത് കോൺഗ്രസ് രാഷ്ട്രീയമാണ്. സമ്പൂർണ്ണ ജനാധിപത്യം അവകാശപ്പെടുന്ന കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ചർച്ചകളാവാം. അതുകൊണ്ട് തന്നെ ഈ ബാബരി മസ്ജിദ് ഉണ്ടായിരുന്ന സ്ഥലത്ത് രാമക്ഷേത്രം ഉണ്ടാക്കുമ്പോൾ അവിടെ BJP കോൺഗ്രസിനെ ക്ഷണിക്കുന്നത് തന്നെ സതുദ്ദേശപരമല്ല. കോൺഗ്രസിനെയും ഇന്ത്യ മുന്നണിയെയും രണ്ട് തട്ടിലാക്കുക എന്ന് പറയുന്ന ഉദ്ദേശത്തോടു കൂടിയാണ് അവിടെ BJP കോൺഗ്രസിനെ വിളിക്കുന്നത്. എന്ന് പറഞ്ഞാൽ കോൺഗ്രസ് അവിടെ പോയി പങ്കെടുക്കുന്നു എന്ന് കരുതുക. അത് ഈ BJP മുന്നോട്ട് വെക്കുന്ന ഹിന്ദുത്വത്തെ അതേപോലെ പുൽകൽ എന്നുള്ളതാണോ മനസ്സിലാക്കേണ്ടത്? അതോ ഒരു സ്ട്രാറ്റജിക് നിലപാട് എന്ന നിലയ്ക്കാണോ അതിനെ മനസ്സിലാക്കേണ്ടത്? നാസർ ഫൈസി കൊടുത്തായി അത് വിലയിരുത്തേണ്ടത് കോൺഗ്രസ് ആണ്. ഞങ്ങൾക്ക് രാഷ്ട്രീയപരമായ സംഘടനകളുടെ നിലപാടിനെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസ് എടുക്കുന്ന തീരുമാനത്തിൽ അതിൻ്റെ ഗുണദോഷങ്ങളെ പറയേണ്ടവരല്ല നമ്മൾ. പക്ഷെ ഒരു കാര്യം വളരെ കൃത്യമാണ്. കേരളത്തിൽ നിന്ന് ചിന്തിക്കുമ്പോൾ, നമ്മുടെ ഈ രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട് സാഹചര്യം ചിന്തിക്കുമ്പോൾ, ബാബരി മസ്ജിദ് പൊളിച്ച സ്ഥലത്ത് രാമക്ഷേത്രം ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ ഉദ്ഘാടനം എന്നത് നരേന്ദ്രമോദി നടത്തുമ്പോൾ, അതല്ലെങ്കിൽ BJP നേതൃത്വം നടത്തുമ്പോൾ അവിടെ ആധ്യാത്മികതയോ മതാധ്യാപനങ്ങളോ ആത്മീയതയോ ഇല്ലാതെ കേവലം 100% പൊളിറ്റിക്കൽ അജണ്ടയായി സ്വീകരിക്കുന്ന ഒരു ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുക്കുന്നത് മതേതരത്വത്തോട് കാണിക്കുന്ന ഒരു അവഗണന തന്നെയാണ്. അത് സുപ്രഭാതം വിലയിരുത്തി കഴിഞ്ഞു. പക്ഷേ കേരളത്തിൻ്റെ രാഷ്ട്രീയത്തിൽ അത് പറയുമ്പോഴാകുമ്പോഴും ഉത്തരേന്ത്യൻ രാഷ്ട്രീയത്തെ വിലയിരുത്തണം. കാരണം രാഹുൽ ഗാന്ധിയെ മഹാഭൂരിപക്ഷത്തോടുകൂടി വിജയിപ്പിച്ചത് വയനാടാണ്. അവിടെ വിജയിപ്പിച്ചത് കോൺഗ്രസും മുസ്ലിം ലീഗ് മാത്രമല്ല, ഇടതുപക്ഷ സംഘടനകൾ അടക്കം പിന്തുണച്ചുകൊണ്ടാണ്. കേരളത്തിൻ്റെ ജനതയുടെ മർമ്മം തൊട്ടറിഞ്ഞുകൊണ്ടാണ് രാഹുൽ ഗാന്ധിയെ നമ്മൾ ഡൽഹിയിലേക്ക് MP സ്ഥാനം പറഞ്ഞയച്ചത്. അതേ സ്ഥലത്ത് കൊണ്ട് തന്നെ അമേഠിയിൽ രാഹുൽ ഗാന്ധിയെ പരാജയപ്പെടുത്തിയത് BJP അല്ല, മറിച്ച് ഹിന്ദുത്വ കാർഡാണ്. അത് തിരിച്ചറിയുമ്പോൾ കേരളവും ഉത്തരേന്ത്യയും തമ്മിലുള്ള വ്യത്യാസം നമ്മൾ മനസ്സിലാക്കണം. അത് വിലയിരുത്താൻ സാധിക്കേണ്ടത് കോൺഗ്രസ് ആണ്. കോൺഗ്രസിന് അറിയാൻ സാധിക്കണം ഇതിൽ പങ്കെടുത്താൽ ഉണ്ടാകുന്ന ദോഷവശങ്ങൾ എന്താണ്, പങ്കെടുക്കാതിരുന്നാലുണ്ടാകുന്ന ഹൈന്ദവതയുടെ കൺസോളിഡേഷൻ രൂപപ്പെടുത്തി എങ്ങനെ വീണ്ടും അധികാരത്തിലേക്ക് വരാൻ സാധിക്കുമെന്ന് ഹിന്ദുത്വ അജണ്ടയുമായി ബന്ധപ്പെടുന്ന BJP ഇതിനെ പെട്ടെന്ന് ഇതിൻ്റെ ഒരു രാഷ്ട്രീയ അജണ്ടയാക്കി മാറ്റി അധികാരത്തിലേക്ക് വരാവുന്ന ഒരു കാർഡാക്കി മാറ്റും എന്നതിനെ മനസ്സിലാക്കി സുചിന്തിതമായി അതിൻ്റെ ഗുണദോഷങ്ങൾ പഠിച്ച് ഗുണകരമായ കാര്യം എന്താണോ, ഫാഷിസം അധികാരത്തിൽ വരാതിരിക്കാൻ എങ്ങനെയാണോ എന്നതിന് നേതൃത്വം കൊടുക്കേണ്ടത് കോൺഗ്രസ് ആണ്. അതുകൊണ്ട് കോൺഗ്രസിന് വളരെ ഗൗരവത്തോടെ ചർച്ച ചെയ്യേണ്ടി വരും. ഇവിടെ BJP അധികാരത്തിൽ ഇപ്പോൾ അവിടെ കോൺഗ്രസ് പോകുന്നില്ല എന്നൊരു നിലപാട് പ്രഖ്യാപിക്കുകയും അല്ലെങ്കിൽ തന്നെ ഹിന്ദുവിരുദ്ധ പാർട്ടി എന്ന് BJP ആരോപിക്കുന്നത് 10 മടങ്ങ് ആംപ്ലിഫയറോടുകൂടി ഹിന്ദുവിരുദ്ധ പാർട്ടിയാണ്, രാമനെ എതിർക്കുന്ന പാർട്ടിയാണ് എന്ന തരത്തിലുള്ള പ്രചരണം ഒഴിവാക്കാൻ അങ്ങോട്ടേക്ക് പോയാൽ, BJP അധികാരത്തിലേക്ക് മാറ്റി നിർത്താൻ തന്ത്രപരമായ നിലപാടിന്റെ ഭാഗമായി അങ്ങോട്ടേക്ക് പോയാൽ സമസ്ത അതിനെ എതിർക്കില്ല, അല്ലേ ശ്രീ നാസർ ഫൈസി കൊടുത്തായി? അല്ല, കോൺഗ്രസ് പോവാതിരുന്നാലും സമസ്ത അതിനെ എതിർക്കില്ല. കാരണം അത് കോൺഗ്രസിൻ്റെ നിലപാടാണ്. അവിടെ പോകുമ്പോൾ ഉണ്ടാകുന്ന ഗുണവും ദോഷവും പഠിക്കേണ്ടത് കോൺഗ്രസ് ആണ്. ഞങ്ങൾക്ക് സമസ്തയുടെ നേതൃത്വം പറഞ്ഞു മുസ്ലിം വികാരം മതവികാരം വ്രണപ്പെടില്ലെന്ന്. തങ്ങൾ പറഞ്ഞു അതിൻ്റെ വികാരം ഞങ്ങൾ നോക്കിക്കോളാം. ഞങ്ങളെ വെച്ച്, ന്യൂനപക്ഷ സമുദായത്തെ വെച്ച്, അല്ലെങ്കിൽ സമസ്ത പ്രതിനിധീകരിക്കുന്ന അണികളെ വെച്ചുകൊണ്ട് എന്തെയോ രൂപത്തിൽ കോൺഗ്രസിനെതിരെ രൂപപ്പെട്ടു വരുന്നു എന്ന പ്രോപ്പഗണ്ട നടത്തിക്കൊണ്ട് കോൺഗ്രസിനെ ക്രൈസിസിലാക്കാൻ ഞങ്ങളില്ല.
ഞങ്ങളുടെ വികാരം മറ്റുള്ളവർ വകവെച്ച് കെടുക്കണ്ട. ഇവിടത്തെ ഇടതുപക്ഷ സംഘടനകളോ അതല്ലെങ്കിൽ മറ്റേതെങ്കിലും മീഡിയകളോ മുസ്ലിം വികാരത്തെ വ്രണപ്പെടാൻ പോകുന്നു, അതുകൊണ്ട് കോൺഗ്രസ് മുസ്ലിം സമുദായത്തെ കൈയൊഴിയുകയാണ് എന്ന വിധത്തിൽ പ്രചരണം നടത്തിക്കൊണ്ട് കോൺഗ്രസിനെയും മുസ്ലിം സമുദായത്തിൻ്റെ രണ്ട് തട്ടിലാക്കുന്നതിന് മുസ്ലിം ഭാഗത്ത് കൂട്ടുനിൽക്കാൻ ഞങ്ങളില്ല. ഞങ്ങൾ കൃത്യതയോടെ പറഞ്ഞു, കോൺഗ്രസ് വിലയിരുത്തട്ടെ, കോൺഗ്രസിൻ്റെ വരുമാനായികൾ പഠിക്കട്ടെ, അവിടെ പോകുകയും പോവാതിരിക്കുകയും ചെയ്യട്ടെ. പോയി എന്നതുകൊണ്ട് വികാരം വ്രണപ്പെടുന്നവരല്ല മുസ്ലിം സമുദായം. കാരണം ബാബരി മസ്ജിദ് പൊളിച്ച കാലഘട്ടവും അതിന്റെ പൊളിച്ച കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ മതേതര നിലപാട് സ്വീകരിച്ച സംഘടന മുസ്ലിം ലീഗ് എന്നാണ്. അത് ചരിത്രത്തിന്റെ വെളിച്ചമായ നിലപാട് നിൽക്കുകയും ചെയ്യും. ഞാൻ അങ്ങനെയൊക്കെ താമസിച്ചു.